നമസ്കാരം. എന്റെ കർമ്മം നമ്മളെല്ലാവരും എപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണിത്, അല്ലേ? പലപ്പോഴും ഇതൊരു ശിക്ഷയായോ അല്ലെങ്കിൽ നമുക്ക് ഒഴിഞ്ഞുമാറാൻ പറ്റാത്തൊരു വിധിയായോ ഒക്കെയാണ് നമ്മളിതിനെ കാണുന്നത്. പക്ഷേ സദ്ഗുരുവിന്റെ ഈ പുസ്തകം പറയുന്നത് അതൊന്നുമല്ല. കർമ്മം എന്നത് നമ്മുടെ ജീവിതത്തിന്റെ കടിഞ്ഞാണ് ഏറ്റെടുക്കാനുള്ളൊരു താക്കോലാണെങ്കിലോ? അപ്പൊ നമുക്കിതിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. കർമ്മ എന്ന വാക്ക് ഇന്ന് ലോകത്ത് ആർക്കാണറിയാത്തത്? പക്ഷേ ആയിരക്കണക്കിന് വർഷങ്ങളായി മനുഷ്യരെ കുഴപ്പിച്ച ഈ വാക്കിന്റെ യഥാർത്ഥ അർത്ഥം പലപ്പോഴും നല്ലത് ചെയ്താൽ നല്ലത് കിട്ടും, ചീത്ത ചെയ്താൽ ചീത്ത കിട്ടും എന്നൊരു ലളിതമായ ആശയത്തിലേക്ക് ഒടുങ്ങിപ്പോകാറുണ്ട്. എന്നാൽ യാഥാർത്ഥ്യം അതിനേക്കാൾ എത്രയോ ആഴത്തിലുള്ളതാണ്. അപ്പോ ഒരു നിമിഷം, നിങ്ങൾ കർമ്മത്തെക്കുറിച്ച് ഇത്രയും കാലം ചിന്തിച്ചോണ്ടിരുന്നത് മുഴുവൻ തെറ്റാണെങ്കിലോ? ആ ഒരു സാധ്യതയെക്കുറിച്ചാണ് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത്. കർമ്മത്തെക്കുറിച്ചുള്ള സാധാരണ മിഥ്യാധാരണകൾ നമുക്ക് ഒന്നൊന്നായി മാറ്റിമറിക്കാം. ഒരു വശത്ത് നോക്കിയാൽ പലരും കർമ്മത്തെ കാണുന്നത് പ്രതിഫലവും ശിക്ഷയും തരുന്ന ഒരുതരം ദൈവിക നീതിയായാണ്. നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത, ഒഴിവാക്കാനാവാത്ത ഒരു വിധി. എന്നാൽ മറുവശത്ത് യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ കർമ്മം എന്നത് പൂർണ്ണമായും ഉത്തരവാദിത്തത്തെക്കുറിച്ചാണ്. ഓരോ കാരണത്തിനും ഒരു ഫലമുണ്ട്. ആ ഫലം സൃഷ്ടിക്കുന്നത് നമ്മൾ തന്നെയാണ്. ഇതൊരു വിധിയല്ല, മറിച്ച് സ്വയം സൃഷ്ടിയാണ്. അപ്പോൾ ശരിക്കും എന്താണീ കർമ്മം? സംസ്കൃതത്തിൽ ഈ വാക്കിന്റെ അർത്ഥം വളരെ ലളിതമാണ്: പ്രവൃത്തി. അത്രയുള്ളൂ. അതൊരു നല്ല പ്രവൃത്തികളുടെയും ചീത്ത പ്രവൃത്തികളുടെയും കണക്ക് പുസ്തകമൊന്നുമല്ല. നിങ്ങളുടെയോ ഓരോ ശാരീരികവും മാനസികവുമായ പ്രവൃത്തിയും കർമ്മമാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ, നിങ്ങളുടെ ജീവിതം രൂപപ്പെടുത്തുന്ന ശില്പി നിങ്ങൾ തന്നെയാണെന്ന് പറയുന്നൊരു സംവിധാനമാണത്. അതുകൊണ്ട് അടുത്ത തവണ നമ്മൾ ഇതെന്റെ കർമ്മം എന്ന വിധിയെ പഴിക്കുമ്പോ ഒന്നോർക്കുക, നമ്മൾ യഥാർത്ഥത്തിൽ പറയുന്നത് എന്റെ ജീവിതത്തിന് ഞാൻ ഉത്തരവാദിയാണ് എന്നാണ്. ഇത് പൂർണ്ണമായും നമ്മുടെ അനുഭവങ്ങളുടെ ഉടമസ്ഥാവകാശം ഏറ്റെടുക്കാനുള്ള ഒരു ആഹ്വാനമാണ്. ഇത് നമ്മളെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. നിങ്ങളുടെ ജീവിതം എന്ന വണ്ടിയുടെ ഡ്രൈവർ സീറ്റിൽ നിങ്ങളാണോ ഇരിക്കുന്നത്? അതോ വെറുമൊരു യാത്രക്കാരനായി പിന്നിലിരുന്ന് എല്ലാം സംഭവിക്കുന്നത് നോക്കിക്കാണുകയാണോ? ഈ ഒരു ചോദ്യം നമുക്ക് മനസ്സിൽ വെക്കാം. ശരിക്കും ആരാണ് കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നത്? ഇത് മനസ്സിലാക്കാൻ നല്ല രസമുള്ളൊരു കഥയുണ്ട്. ഒരിക്കൽ പോപ്പ് ലൂസിയാനയിൽ പര്യടനത്തിനെത്തിയപ്പോൾ തന്റെ ഡ്രൈവറോട് പറഞ്ഞു, ഇന്നെനിക്കൊന്ന് ഡ്രൈവ് ചെയ്യണം. പോപ്പ് സ്റ്റിയറിംഗ് പിടിച്ചു. വണ്ടി പറക്കാൻ തുടങ്ങി, മണിക്കൂറിൽ 100 മൈൽ വേഗതയിൽ. സ്വാഭാവികമായും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഇത് കണ്ട് കാറിനെ പിന്തുടർന്ന് നിർത്തിച്ചു. പക്ഷേ വിൻഡോയിലൂടെ അകത്തേക്ക് നോക്കിയ അയാൾ ഒരു നിമിഷം സ്തബ്ധനായി നിന്നുപോയി. ആകെ ആശയക്കുഴപ്പത്തിലായ ആ പോലീസുകാരൻ ഉടൻ തന്നെ തന്റെ മേലുദ്യോഗസ്ഥനെ റേഡിയോയിൽ വിളിച്ചു പറഞ്ഞു, ചീഫ്, കാറിലിരിക്കുന്നത് ആരാണെന്ന് എനിക്കറിയില്ല, പക്ഷെ അദ്ദേഹത്തിന്റെ ഡ്രൈവർ പോപ്പാണ്. ഈ തമാശ കേട്ട് ചിരിക്കാമെങ്കിലും സത്യം പറഞ്ഞാൽ ഇത് നമ്മളെക്കുറിച്ചാണ്. നമ്മുടെ ജീവിതമാകുന്ന വണ്ടിയുടെ ഡ്രൈവിംഗ് സീറ്റിൽ ആരാണിരിക്കുന്നതെന്ന് പോലും അറിയാതെയാണ് നമ്മളിൽ പലരും ജീവിക്കുന്നത്. അതാണ് സത്യം. മിക്ക ആളുകൾക്കും അവരുടെ ജീവിതം എന്ന വണ്ടി ഓടിക്കുന്നത് ആരാണെന്ന് ഒരു പിടിയുമില്ല. അവരുടെ വിധിയെന്നത് അവർ പോലും അറിയാതെ അബോധപൂർവം സൃഷ്ടിക്കുന്ന ഒന്നായി മാറുകയാണ്. പലപ്പോഴും നമ്മുടെ ശീലങ്ങളും മുൻവിധികളുമൊക്കെയാണ് ആ ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരിക്കുന്നത്. അപ്പൊ നമ്മള് പ്രവൃത്തി എന്ന് പറയുന്നുണ്ടല്ലോ, ഇത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് വെറും ശാരീരികമായ കാര്യങ്ങൾ മാത്രമല്ല. നിങ്ങളുടെ ഓരോ ചിന്തയും ഓരോ വികാരവും നിങ്ങളുടെ ഉള്ളിലെ ജീവന്റെ ഊർജം പോലും കർമ്മമാണ്. ഈ 3 കാര്യങ്ങളും നിരന്തരം നമ്മുടെ ഭാവിയെ രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെപ്പറ്റി ചിന്തിക്കാൻ എളുപ്പമുള്ള ഒരു വഴിയുണ്ട്. കർമ്മം എന്നു പറഞ്ഞാൽ നമ്മൾ തന്നെ അറിയാതെ പണ്ടെപ്പോഴോ എഴുതിവെച്ച ഒരു പഴയ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ പോലെയാണ്. ഈ പ്രോഗ്രാം നമ്മുടെ ഉള്ളിലിരുന്ന് നമ്മുടെ ഓരോ പ്രതികരണങ്ങളെയും തീരുമാനങ്ങളെയും നിയന്ത്രിച്ചുകൊണ്ടിരിക്കും. പലപ്പോഴും നമ്മൾ പ്രതികരിക്കുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തോടല്ല, മറിച്ച് ഈ പഴയ സോഫ്റ്റ്വെയറിനോടാണ്. ഈ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഈ കർമ്മചക്രം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നോക്കാം. എല്ലാം തുടങ്ങുന്നത് ഒരു പ്രവൃത്തിയിൽ നിന്നാണ്. അത് ശരീരത്തിന്റെയോ മനസ്സിന്റെയോ ആകാം. ആ പ്രവൃത്തി നമ്മുടെ ഉള്ളിൽ ഒരു മുദ്ര അല്ലെങ്കിൽ ഒരു ഓർമ്മ പതിപ്പിക്കുന്നു. കാലക്രമേണ ആ മുദ്ര ഒരു പ്രവണതയായി, ഒരു ശീലമായി മാറുന്നു. ഒടുവിൽ അതേപോലത്തെ ജീവിതാനുഭവങ്ങൾ ആവർത്തിച്ച് നമ്മുടെ മുന്നിൽ എത്തുന്നു. ഈ കർമ്മചക്രമുണ്ടാക്കുന്ന പ്രവണതകൾക്ക് ഒരു പേരുണ്ട്: വാസന. വാസന എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ഗന്ധം എന്നാണ്. അതായത് നമ്മുടെ കർമ്മങ്ങൾക്ക് ഒരു പ്രത്യേകതരം മണമുണ്ട്. ആ മണം സമാനമായ സാഹചര്യങ്ങളെയും ആളുകളെയും നമ്മളിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വരുന്നത്.
നിങ്ങളുടെ പ്രവൃത്തി മാത്രമല്ല കർമ്മമുണ്ടാക്കുന്നത്, മറിച്ച് അതിന് പിന്നിലെ നിങ്ങളുടെ ഉദ്ദേശമാണ്. ഒരേ കാര്യം 2 പേർ ചെയ്താലും അവരുടെ ഉള്ളിലെ ഉദ്ദേശം വ്യത്യസ്തമാണെങ്കിൽ കർമ്മഫലവും തികച്ചും വ്യത്യസ്തമായിരിക്കും. ഈ ആശയം ശരിക്കും മനസ്സിലാക്കാൻ നമുക്ക് 2 കൂട്ടുകാരുടെ കഥ കേൾക്കാം. ഒരാൾ പുണ്യാളനെപ്പോലെയും മറ്റൊരാൾ ഒരു പാപിയെപ്പോലെയും ജീവിക്കുന്നവർ. പുണ്യാളൻ ഒരു ആത്മീയ പ്രഭാഷണത്തിന് പോകുന്നു, പക്ഷെ അയാളുടെ മനസ്സ് മുഴുവൻ അടുത്തുള്ള വേശ്യാലയത്തെക്കുറിച്ചുള്ള ചിന്തകളിലാണ്. അതേസമയം പാപി വേശ്യാലയത്തിലേക്ക് പോകുന്നു, പക്ഷെ അയാളുടെ മനസ്സിൽ മുഴുവൻ തനിക്ക് നഷ്ടപ്പെട്ട ആത്മീയ പ്രഭാഷണത്തെക്കുറിച്ചുള്ള ദുഃഖമാണ്. അപ്പോ ആർക്കായിരിക്കും കൂടുതൽ നെഗറ്റീവ് കർമ്മം കിട്ടിയിട്ടുണ്ടാവുക? വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും. അത് പ്രഭാഷണം കേട്ടുകൊണ്ടിരുന്ന ആൾക്കായിരുന്നു. കാരണം അയാളുടെ ഉദ്ദേശം സ്വാർത്ഥവും ചിതറിയതുമായിരുന്നു. മറ്റേയാളുടെ പ്രവൃത്തി മോശമായിരുന്നെങ്കിലും അയാളുടെ ഉള്ളിൽ നല്ലതിനായുള്ള ഒരാഗ്രഹവും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? നിങ്ങളുടെ ഉദ്ദേശമാണ് എല്ലാത്തിലും പ്രധാനം. ഒരു പ്രവൃത്തിയുടെ ഫലം എന്ത് തന്നെയായാലും, സ്നേഹത്തിൽ നിന്നും സഹാനുഭൂതിയിൽ നിന്നും ചെയ്യുന്നൊരു കാര്യം വെറുപ്പിൽ നിന്നും ചെയ്യുന്ന കാര്യത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ കർമ്മമാണ് സൃഷ്ടിക്കുന്നത്. കർമ്മത്തെപ്പറ്റി മനസ്സിലാക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട വേറൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്: വേദനയും സഹനവും തമ്മിലുള്ള വ്യത്യാസം. വേദന ശാരീരികമാണ്, അതൊരു സിഗ്നലാണ്, പലപ്പോഴും നമുക്കത് ഒഴിവാക്കാൻ പറ്റില്ല. എന്നാൽ സഹനം, അത് പൂർണ്ണമായും മാനസികമാണ്. അത് നമ്മളൊരു സാഹചര്യത്തെക്കുറിച്ച് സ്വയം പറയുന്ന കഥയാണ്. അതൊരു തിരഞ്ഞെടുപ്പാണ്. ഒരു ചോദ്യം ചോദിക്കട്ടെ, നിങ്ങളുടെ ജീവിതത്തിലെ ദുരിതങ്ങൾ അല്ലെങ്കിൽ സഹനങ്ങൾ, അതിൽ എത്ര ശതമാനം നിങ്ങൾ സ്വയം ഉണ്ടാക്കുന്നതാണ്? ഉത്തരമിതാണ്: 100%. സഹനം പുറത്തുനിന്ന് വരുന്ന ഒന്നല്ല, അത് പൂർണ്ണമായും നമ്മുടെ ഉള്ളിൽ നടക്കുന്ന ഒരു പ്രക്രിയയാണ്. അതിനർത്ഥം അത് നിർത്താനും നമുക്ക് കഴിയും. അതായത് നിങ്ങളുടെ പഴയ കർമ്മം, ആ പഴയ സോഫ്റ്റ്വെയർ ഉണ്ടല്ലോ, അതൊരു പക്ഷേ നിങ്ങൾക്ക് വേദന തരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കിയേക്കാം. പക്ഷേ നിങ്ങളുടെ അനുവാദമില്ലാതെ, നിങ്ങളുടെ സഹകരണമില്ലാതെ അതിന് നിങ്ങളെ സഹനത്തിലേക്ക് തള്ളിവിടാൻ സാധിക്കില്ല. സഹനമുണ്ടാക്കണോ വേണ്ടയോ എന്നുള്ള തീരുമാനം ഓരോ നിമിഷവും നമ്മുടേതാണ്. അതുകൊണ്ട് ഈ ഒരു കാര്യം നമുക്ക് മനസ്സിലുറപ്പിക്കാം, ഒരു മന്ത്രം പോലെ: ഞാനിപ്പോൾ ആയിരിക്കുന്ന അവസ്ഥ എന്റെ സൃഷ്ടിയാണ്. നാളെ ഞാൻ എങ്ങനെയായിരിക്കുമെന്നതും എന്റെ സൃഷ്ടിയായിരിക്കും. ഇത് നമ്മുടെ ഭൂതകാലത്തെ അംഗീകരിക്കാനും ഭാവിയുടെ പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനുമുള്ള ഒരു ശക്തമായ മാർഗമാണ്. അപ്പോ നമ്മൾ തുടങ്ങിയ ആ ചോദ്യത്തിലേക്ക് തന്നെ തിരിച്ചുവരാം. നിങ്ങൾ വിധിയുടെ കയ്യിലെ ഒരു പാവയല്ല, ആ കാറിലെ ഒരു യാത്രക്കാരനുമല്ല. സ്റ്റിയറിംഗ് നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങളാണ് ഡ്രൈവർ. ഓർക്കുക, നിങ്ങളുടെ ജീവിതം അത് നിങ്ങളുടെ കർമ്മമാണ്. അപ്പോ അവസാനത്തെ ചോദ്യം ഇതാണ്: നിങ്ങൾ എന്ത് സൃഷ്ടിക്കാൻ പോകുന്നു?